ഹേമ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അനന്തപുരി സിനിമ സീരിയൽ ആർട്ടിസ്റ്റ് തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും നടത്തി. സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റുകൾക്ക് ദിവസവേതനം 3000 രൂപയാക്കുക, ഹേമ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുക, നിരപരാധികളെ ക്രൂശിക്കാതിരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അനന്തപുരി സിനിമ സീരിയൽ ആർട്ടിസ്റ്റ് തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും നടത്തി. മാർച്ചിനും ധർണയ്ക്കും യൂണിയൻ നേതാക്കളായ പാപ്പനോങ്കോട് ജയൻ പൂവച്ചൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. സാഹചര്യം ഒരുക്കിയ തന്നെ ലജ്ജാർഹമാണ്. വർഷങ്ങൾക്ക് മുമ്പ് നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള പ്രവണത അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പല സന്ദർഭങ്ങളിൽ പല സമയങ്ങളിൽ ബന്ധപ്പെട്ട ആൾക്കാർ ബന്ധപ്പെട്ട അധികാര തലങ്ങളിൽ നിവേദനങ്ങൾ കൊടുക്കുകയും പരാതികൾ പറയുകയും ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പല മേഖലകളിലും സാധാരണപ്പെട്ട കലാകാരന്മാർ പരാതികൾ കൊടുത്തിട്ടും നാളിതുവരെ ഇതിനകത്ത് കടന്നു വന്നിട്ടുള്ള രാഷ്ട്രീയ ഗവൺമെന്റുകൾ കേരളത്തിനകത്ത് സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റുകൾ അനുഭവിക്കുന്ന പീഡനങ്ങളെ കുറിച്ച് ഒരു അന്വേഷണം നടത്തുവാനോ അവർ അനുഭവിക്കുന്ന പീഡനങ്ങളെ കുറിച്ച് ഒരു അന്വേഷണ കമ്മീഷനെ വെച്ച് നടപ്പിലാക്കി അത് പരിശോധിച്ച് നടപ്പിലാക്കി ഒരു ശാശ്വത പരിഹാരമുണ്ടാക്കാൻ നാളിതുവരെ കഴിയാത്തൊരു സാഹചര്യം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 4 വർഷം മുമ്പ് അന്വേഷണം നടത്തി റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട് പോലും കേരളത്തിൽ സാധാരണക്കാരായ കലാകാരന്മാരുടെ ആവശ്യങ്ങളെ കടന്നു വന്നിട്ടുള്ള രാഷ്ട്രീയ ഗവൺമെന്റുകൾ പൂഴ്ത്തിവെച്ച പത്രമാധ്യമങ്ങളിലൂടെ വിവരാവകാശ നിരത്തതിന്റെ പേരിൽ ഇന്ന് കേരളത്തിൽ ഈ സംവിധാനം ദോഷത്തിൽ വന്നു. മാറി മാറി വരുന്ന രാഷ്ട്രീയ ഗവൺമെന്റുകൾക്ക് വോട്ടിട്ട് അധികാരത്തിൽ കയറുന്നതോ ഇവിടുത്തെ സാധാരണക്കാരന്റെ വിഷയങ്ങൾ പരിഹരിച്ചുകൊണ്ട് അവരുടെ ഉന്നമനത്തിന് വേണ്ടി ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി മുന്നിട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് എല്ലാ ഗവൺമെന്റുകളെയും എല്ലാ രാഷ്ട്രീയ ഗവൺമെന്റുകളെയും തെരഞ്ഞെടുത്ത് നിയമസഭകളിലും പാർലമെന്റിലും വഹിക്കുന്നത് എന്തുകൊണ്ടാണോ, എന്തിനു വേണ്ടിയാണോ? സാധാരണക്കാരുടെ വിഷയങ്ങൾ പരിഹരിച്ചുകൊണ്ട് ശാശ്വതമായ ഒരു തെരഞ്ഞെടുപ്പ് ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ഒരു നിമിഷം മറുപടിയില്ലാതെ സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റുകൾ എന്ന് ഈ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ പല സംഘടനകൾക്ക് ഇവിടെ വന്ന് ഒരു ഗവൺമെന്റ് യാചിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്നെത്തിച്ചത് കൊണ്ടുപോകാനുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ധർണാ സമരത്തിന് എല്ലാ ആശംസകളും